champs, welcome to Vischool. Vischool ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ നിങ്ങൾക്ക് ലൈവ് റെക്കോർഡഡ് 1-to-1 ട്യൂഷൻസ് ആൻഡ് 1-to ഗ്രൂപ്പ് ട്യൂഷൻസ് അവൈലബിൾ ആണ്. അതും 5th to 12th സ്റ്റാൻഡേർഡ് വരെ. നമ്മുടെ വേവിത ആപ്പ് വഴി നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് PDF നോട്ട്സ്, മൈൻഡ് മാപ്പ്, സിലബസ് ട്രാക്കേഴ്സ് ആൻഡ് സോ ഓൺ അവൈലബിൾ ആണ്. So here I am your lucky ma'am, biology faculty from Vischool. So ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെനറ്റിക്സ് പാർട്ട് 2. വന്നേ, അപ്പൊ നമുക്ക് സ്ട്രക്ചർ ഓഫ് DNA വളരെ നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോകാം. ഓക്കെ, നമ്മൾ സ്ട്രക്ചർ ഓഫ് DNA മാത്രമേ ചെയ്യുന്നുള്ളൂ. സൂപ്പർ ആയിട്ട് ചെയ്യാം, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ശ്രദ്ധിച്ചോ, DNA ഡബിൾ ഹെലിക്കൽ ഷേപ്പ്. നമ്മൾ ലാഡർ കണ്ടിട്ടില്ലേ, ഇങ്ങനെ അല്ലേ, ചുറ്റി വരുന്ന ലാഡർ, ഹെലിക്കൽ ഷേപ്പിലുള്ള ലാഡേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? യെസ്, DNA is a double helical shaped molecule. ഓക്കെ, ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ അവിടെ ഈ ഡബിൾ ഹെലിക്കൽ ഷേപ്പിലുള്ള സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു ഉഡനിൽ. അപ്പൊ ഇതിനെക്കുറിച്ച്, ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് പോയത് ആ ഹെലിക്കൽ ഷേപ്പിലുള്ള സ്റ്റെയർ കേസ് ആയിരുന്നു. ഓക്കെ, ഞാൻ പഠിച്ച സ്കൂൾ ഏതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. സോ കൺസിസ്റ്റ് ഓഫ് 2 strands. ഓക്കെ, നമ്മുടെ DNA-ക്ക് എത്ര സ്ട്രാൻഡ് ഉണ്ടോ? 2 അല്ലേ? 2 സ്ട്രാൻഡ് ഉണ്ട്. ഈ 2 സ്ട്രാൻഡ് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സോ ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നാരങ്ങ വെള്ളം എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നിങ്ങൾ പറയും, നാരങ്ങ വെള്ളം, പഞ്ചസാര അല്ലേ? ഇത് മൂന്നും കൂടെ കലക്കിയാൽ നാരങ്ങ വെള്ളമായി. അതുപോലെ DNA-യുടെ സ്ട്രക്ചർ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഷുഗർ, ഒരു പഞ്ചസാര ഉണ്ട്, മനുഷ്യരല്ലേ, നമുക്ക് ഇഷ്ടമാണ് പഞ്ചസാര. ഫോസ്ഫേറ്റ്, അയ്യോ ഫോസ്ഫറസ് ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. പിന്നെ പ്രോട്ടീൻ വേണം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇല്ലേ? അതുപോലെ തന്നെ ഇവർക്ക് എന്തൊക്കെ വേണം? ഷുഗർ വേണം, ഫോസ്ഫേറ്റ് വേണം, നൈട്രജൻ ബേസസ് വേണം. എന്ത് വേണം? ഷുഗർ വേണം, ഫോസ്ഫേറ്റ് വേണം, നൈട്രജൻ ബേസസ് വേണോടാ. വാ നോക്കാം, നടുക്കൊരു പഞ്ചസാര ചക്ക് വെച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങള്? ഷുഗർ. എന്താണ് ഷുഗർ? ഇപ്പൊ ഷുഗർ ഒന്ന് പഠിച്ചോ, അടുത്ത സ്ലൈഡ് എത്തുമ്പോൾ ഞാൻ പേര് പറഞ്ഞുതരാം അതിന്റെ. ഓക്കെ, ഷുഗർ. ഷുഗറിന്റെ റൈറ്റ് സൈഡിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഷുഗറിന്റെ റൈറ്റ് സൈഡിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഫോസ്ഫേറ്റ്. ഷുഗറിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? നൈട്രോജിനസ് ബേസ്. അപ്പൊ 3 എണ്ണമാണ്. ഏതൊക്കെയാണ് പറയൂ? പെന്റോസ് ഷുഗർ. എന്താണ് പെന്റോസ് ഷുഗർ? 5 കാർബൺ, 1 2 3 4. പിന്നെ ഇവിടെ തന്നെ ഒരു സ്റ്റിക്ക് വന്നിട്ട് അവിടെയാണ് 5ാമത്തെ കാർബൺ. ഇവിടെ ഓക്സിജൻ ആയിരിക്കും കാണുക. അതിന്റെ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് സ്ട്രക്ചർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരും. സോ ദാറ്റ് കോൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവര് 3 പേരും ഉണ്ടെങ്കിൽ അവനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോടൈഡ്. എന്താണ്? ന്യൂക്ലിയോടൈഡ്. ദാണ്ട കാണും. ഓക്കെ, എന്നാൽ ഇവനിൽ നിന്ന് ഞാൻ ആ ഫോസ്ഫേറ്റിനെ എടുത്ത് കളയുകയാണ്, സൈഡാക്കുകയാണ് എങ്കിൽ അവന് നമ്മൾ പറയുന്ന പേര് ന്യൂക്ലിയോസൈഡ്. അപ്പൊ ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? എന്താണ് ന്യൂക്ലിയോടൈഡ്? ന്യൂക്ലിയോടൈഡിന്റെ കൂടെ 3 പേര് കാണും. ആരൊക്കെ? 3 പേരെയും കെട്ടിവെച്ചിരിക്കുവാണ്. ആരൊക്കെ? ഷുഗർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്. സോ വാട്ട് അബൌട്ട് ന്യൂക്ലിയോസൈഡ്? ന്യൂക്ലിയോസൈഡിൽ എത്ര പേരാണ്? ഷുഗർ സെയിം ആണ്. ആരാണ്? പെന്റോസ് ഷുഗർ. ഷുഗർ ആൻഡ് നൈട്രജൻ ബേസ് അല്ലേ? ആരില്ലടേ, ആര് സൈഡായി? ഫോസ്ഫേറ്റ് സൈഡായി. അതുകൊണ്ട് അതിന് ന്യൂക്ലിയോസൈഡ് എന്ന പേര്. ഓക്കെ, മറക്കരുത്, ശ്രദ്ധിച്ചോ. ദാ 1ാമത്തെ കാർബൺ ആറ്റം. 1ാമത്തെ കാർബൺ ആറ്റത്തിലാണ് ആരെ വെച്ചിരിക്കുന്നത്? നമ്മുടെ നൈട്രജൻ ബേസിനെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ തൽക്കാലം അത് നൈട്രജൻ ബേസിന് പഠിച്ചാൽ മതി. ഏതൊക്കെയാണ് നൈട്രജൻ ബേസസ് എന്നുള്ളത് നമ്മൾ വഴിയെ പഠിക്കും. അപ്പൊ വാ, ഇതെന്താണ്? നൈട്രജൻ ബേസ് അല്ലേ? നൈട്രജൻ ബേസ്
കാർബണിന്റെ നോക്കിക്കോ, നമ്മുടെ ഷുഗറിന്റെ ഒന്നാമത്തെ കാർബണിലാണ് ഇവനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അടുത്തത് ശ്രദ്ധിച്ചോ, ദാ 1 2 3 4 5 അഞ്ചാമത്തെ കാർബണിലാണ് നമ്മുടെ ലോലിപോപ്പ് ലോലിപോപ്പ് ഫോസ്ഫേറ്റ് ഇരിക്കുന്നത്. എന്തിരിക്കുന്നത്? ഫോസ്ഫേറ്റ്. ഒരു ലോലിപോപ്പ് വെച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേടാ, അല്ലേ? യെസ്. സോ നൈട്രോജനസ് ബേസ്, പെന്റോസ് ഷുഗർ ആൻഡ് ദി ലോലിപോപ്പ്, സോറി നോട്ട് ലോലിപോപ്പ്, എന്താണ്? ഫോസ്ഫേറ്റ്. അപ്പൊ ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ എന്താണ്? ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്, അതായത് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ജീൻ അല്ലെങ്കിൽ DNA-യുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? ന്യൂക്ലിയോടൈഡ്. ഇപ്പൊ നമ്മുടെ വീട് ബ്രിക്സ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ വീടിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിക്സ് ആണ്. അതുപോലെ DNA എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതുപോലെ കുറെ ന്യൂക്ലിയോടൈഡ്സ് ചേർത്താണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? DNA ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ഓടിവാ. DNA-ക്ക് എത്ര സ്ട്രാൻഡ് ഉണ്ട്? 2 സ്ട്രാൻഡ് ഉണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷുഗർ ഏതാണ്? ഒരു പെന്റോസ് ഷുഗർ ആണെന്ന് പറഞ്ഞു. ആ പെന്റോസ് ഷുഗറിന്റെ പേര് ഡിയോക്സി റൈബോസ്. DNA എന്ന് നമ്മൾ കുറെ നേരം കൊണ്ട് പറയുന്നുണ്ട്. DNA-യുടെ ഫുൾ ഫോം എന്താണടാ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. അറിയാവുന്നവർ പെട്ടെന്ന് കമന്റ് ബോക്സിലേക്ക് ഇട്ടോ. എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് 2 തരത്തിലുണ്ട്, DNA, RNA. പക്ഷെ നമ്മൾ RNA കുറിച്ച് ഇവിടെ പഠിക്കുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഠിക്കും. ഇന്നത്തെ സെഷനില്, ഈ സെഷനിൽ നമ്മളിപ്പോൾ DNA കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. മനസ്സിലായോ? സോ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഏത് റൈബോസ് ഷുഗർ ആണ്? ഡിയോക്സി റൈബോസ് ഷുഗർ. ഓക്കെ, അപ്പൊ ഇതാണ് സ്ട്രക്ചർ. ശ്രദ്ധിച്ചോണം. നൈട്രോജൻ ബേസ് ഉണ്ട്, ഇവിടെ ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ കുറെ ന്യൂക്ലിയോടൈഡ്സിനെ ചേർത്താണ് DNA ഫോം ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനു മുന്നേ ശ്രദ്ധിക്കടാ, ഇവിടെ 5th കാർബൺ ആറ്റത്തിലാണ് ഈ ലോലിപോപ്പ് ഇരിക്കുന്നത്, അല്ലേ? നമ്മുടെ ഫോസ്ഫേറ്റ് ഇരിക്കുന്നത്. അത് ലിങ്ക് ചെയ്തിരിക്കുകയല്ലേ, എന്തോ ഒരു ബോണ്ടിങ് അവിടെ ഉണ്ട്. എസ്റ്റർ ബോണ്ടാണ്. എന്ത് ബോണ്ടാണ്? എസ്റ്റർ ബോണ്ട്. അത് ഫോസ്ഫേറ്റ് ആയിട്ടുള്ളതായത് കൊണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നു. എന്ത് ബോണ്ട്? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഷുഗറും ഫോസ്ഫേറ്റും തമ്മിൽ ഉള്ള ബോണ്ട്, 5th പൊസിഷനിൽ ഉണ്ടാകുന്ന ബോണ്ട് ഏതെന്ന് ചോദിച്ചാൽ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്ന് പറയണം. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയോടൈഡ് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ അടുത്തൊരു ന്യൂക്ലിയോടൈഡ് ഇതിന്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യുകയാണ്. അറ്റാച്ച് ചെയ്യുമ്പോൾ അവൻ അറ്റാച്ച് ചെയ്യുന്നത് 3ാമത്തെ കാർബൺ ആറ്റത്തിലായിരിക്കും. കാരണം എങ്ങനെയാണ്? ഇത് നേരെ അല്ല ഇരിക്കുന്നത്. സ്ട്രെയിറ്റ് ലാഡർ ആണോ? അല്ല, ഹെലിക്കൽ ഷേപ്പിലാണ്, അല്ലേ? ഹെലിക്കൽ ഷേപ്പിലാണ് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ, ദാ ഈ അടുത്ത ന്യൂക്ലിയോടൈഡ്, ഇത് നൈട്രോജൻ ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ്. അപ്പൊ ഈ ഫോസ്ഫേറ്റ് എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? നേരത്തെ ഉള്ള നമ്മുടെ ന്യൂക്ലിയോടൈഡിന്റെ 3rd കാർബൺ ആറ്റം, അല്ലേ? ഇത് 1, ഇത് 2, ഇത് 3. 3ാമത്തെ കാർബൺ ആറ്റത്തിലാണ് എന്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഫോസ്ഫേറ്റ് ഓഫ് ദി 2nd ന്യൂക്ലിയോടൈഡ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? യെസ്. അപ്പോ ശ്രദ്ധിക്ക്, ഇവിടെയും ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്, അല്ലേ? ഇവിടെയും ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെയും ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ആണേ, കണ്ടോ? ഇവിടെയും ഒരു എസ്റ്റർ ബോണ്ട്, ഇവിടെയും ഒരു എസ്റ്റർ ബോണ്ട്.
ആണല്ലോ അല്ലേ? ഇവിടെയും ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ ചിൽഡ്രൻ, രണ്ടെണ്ണം ഫോം ചെയ്തിരിക്കുന്നു. സോ നമ്മൾ യൂസ് ചെയ്യും ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട്. അപ്പൊ രണ്ട് ന്യൂക്ലിയോടൈഡുകൾക്ക് ഇടയിൽ ഫോം ചെയ്യുന്ന ബോണ്ട് ഏതെന്ന് ചോദിച്ചാൽ ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് പറയണം. മനസ്സിലായോ? സോ ഷുഗറിൽ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്ന ബോണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ടും, എന്നാൽ ഒരു ന്യൂക്ലിയോടൈഡും വേറൊരു ന്യൂക്ലിയോടൈഡും തമ്മിൽ ഫോം ചെയ്യുന്ന ബോണ്ടിനെ നമ്മൾ എന്തെന്ന് പറയും? ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് പറയും. അപ്പൊ വേടാ നമുക്ക് നോക്കാം അടുത്തത് അല്ലേ? യെസ്, ദാ ഇങ്ങനെ ചരിഞ്ഞ് പോവുകയാണ്. തേർഡ് കാർബൺ ആറ്റം അറിയാമല്ലോ, പെൻറ്റോസ് ഷുഗറിന്റെ തേർഡ് കാർബൺ ആറ്റത്തിലാണ് അടുത്തത് അറ്റാച്ച് ആവുന്നത്. അത് അറ്റാച്ച് ചെയ്താണ് ഈ ഒരു സ്പൈറൽ ലുക്ക് അതിന് കിട്ടുന്നത്. ആ ഒരു ലാഡർ, ഒരു ഏണി പോലെ അല്ലേ? പക്ഷെ എങ്ങനെ? ഹെലിക്കൽ ഷേപ്പിലാണ് അല്ലേ? യെസ് മൈ ഡിയർ ചിൽഡ്രൻ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇപ്പൊ നിങ്ങൾക്കറിയാം പെൻറ്റോസ് ഷുഗർ, നടുക്കൊരു ഷുഗർ ഉണ്ട്. ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ഷുഗർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, പെൻറ്റോസ് 5, പെൻറ്റ മീൻസ് 5 കാർബൺ ആറ്റം ഉള്ള ഷുഗർ ആണ്. ആ 5 കാർബൺ ആറ്റം ഉള്ള ഷുഗറിന്റെ പേര് ഏതാണ്? DNA-യിലുള്ളത് ഡിയോക്സി റൈബോസ്. ഫോസ്ഫേറ്റ് ഉണ്ട്, അതൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു ഫോസ്ഫേറ്റ് മൊയിറ്റി, അത്രേ ഉള്ളൂ. ഇനി നൈട്രജൻ ബേസസിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. അപ്പൊ വന്നേ നോക്കിയേ, നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജൻ അടങ്ങിയ ഒരു ആൽക്കലൈൻ കമ്പൗണ്ട് ആണ് എന്ത്? നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത്. ബേസ്, ആൽക്കലൈൻ കമ്പൗണ്ട്, നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കമ്പൗണ്ട് ആണ് എന്ത്? നൈട്രജൻ ബേസ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാടാ. ഒന്ന് പ്യൂരിൻസ് എന്നും ഒന്ന് പിരമിഡൈൻസ് എന്നും. എന്താണ്? പ്യൂരിൻസ് ആൻഡ് പിരമിഡൈൻസ്. പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, അതാ നോക്കിക്കോ ഇവിടെ. പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രക്ചറിൽ 2 റിങ്സ് ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും? 2 റിങ്സ്, ഡബിൾ റിംഗ് സ്ട്രക്ചർ ആയിരിക്കും പ്യൂരിൻസ്. പേര് കുഞ്ഞാണെങ്കിലും, പ്യൂരിൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞു പേരാണെങ്കിലും 2 റിങ്സ് ഉണ്ട്. പിരമിഡിൽ നോക്കിയേ, സിംഗിൾ റിംഗ് സ്ട്രക്ചർ ആണ്, ഒറ്റ റിങ്ങേ ഉള്ളൂ. ഓക്കെ, വാ നോക്കാം. പ്യൂരിൻസിൽ വരുന്നതാണ് അഡെനൻ, ഗ്വാനിൻ. ഓക്കെ, സോ പിരമിഡൈൻസിൽ വരുന്നതോ തൈമിൻ, സൈറ്റോസിൻ. പിരമിഡൈൻസ്, തൈമിൻ, സൈറ്റോസിൻ. ഇത് ഓർത്തിരിക്കാൻ ഒരു കോഡ് പറഞ്ഞു തരാം, നോക്കിക്കോ. പിരമിഡൈൻസിൽ PY അല്ലേ? Y ഉണ്ട്. Y വേറെ ആരിലൊക്കെ ഉണ്ടടാ? തൈമിനിലുണ്ട് Y, സൈറ്റോസിനിലുണ്ട് Y ആണേ. സോ തൈമിൻ ആൻഡ് സൈറ്റോസിൻ അവരെന്താണ്? പിരമിഡൈൻസ് ആണ്, സിംഗിൾ റിംഗ് സ്ട്രക്ചർ ആണ്. പ്യൂരിനോ, അതിൽ അഡെനിനും ഗ്വാനിനും ആണുള്ളത്, അത് ഡബിൾ റിംഗ് സ്ട്രക്ചർ ആണ്. മനസ്സിലായി? ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ എപ്പോഴും ഒരു പ്യൂരിൻ ഒരു പിരമിഡിനുമായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പെയറിങ് ചെയ്യത്തുള്ളൂ. ഓക്കെ, പ്യൂരിൻ പിരമിഡിനുമായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പെയറിങ് ചെയ്യത്തുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണം. നോക്കിക്കോ, അഡെനിൻ ആരുമായിട്ട് പെയർ ചെയ്യൂ? തൈമിനുമായിട്ട് മാത്രമേ പെയർ ചെയ്യത്തുള്ളൂ. ഗ്വാനിൻ ആരുമായിട്ട് മാത്രമേ പെയർ ചെയ്യൂ? സൈറ്റോസിനുമായി മാത്രമേ പെയർ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഓടിവാ, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് തെറ്റിപ്പോവാന്ന സ്ഥലവും ശരിയായിട്ട് വരുന്ന സ്ഥലവും. ബാ, പ്യൂരിനും പെയർ ചെയ്യോടാ? ഇല്ല. പിരമിഡിനും മാത്രമേ എന്ത് ചെയ്യൂ? പെയർ ചെയ്യുള്ളൂ. പിരമിഡിനും പെയർ ചെയ്യോ? ഇല്ല.
സോ ഈ ഒരു കോട്ട് നോക്കിക്കോ, ഈ ഒരു കോട്ടല്ല, ഈ ഒരു സെന്റൻസ് നോക്കിക്കോ. A purine always pairs with a pyrimidine. ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ്? A purine always pairs with a pyrimidine. അപ്പൊ adenine pairs with ആര്? thymine. കണ്ടാ? adenine pairs with thymine. And cytosine pairs with guanine. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജി 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 എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുന്നേ. അതായത് അങ്ങനെ നിൽക്കുന്നത് എപ്പോഴാണ്? ആ ഒരു ബോണ്ട് ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ടിരിക്കുമ്പോൾ അല്ലേ? അതായത് 3 ബോണ്ടൊക്കെ ഉണ്ടാവും അവിടെ. ശ്രദ്ധിച്ചു. 1 2 3 ട്രിപ്പിൾ ബോണ്ട് ഉള്ളടത്ത് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഹാജി എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. എന്നാൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് എവിടെയാണ്? കുറച്ച് അത്രയ്ക്ക് സ്ട്രോങ് ബോണ്ടൊന്നും അവർ തമ്മിൽ ഉണ്ടാവില്ല. ഡബിൾ ബോണ്ട്. ഓക്കെ, കമ്പാരറ്റീവ്ലി സി ആൻഡ് ജി ബോണ്ടിങ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടാണ്. എന്നാൽ എ ആൻഡ് ടി പെയറിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ട് ഡബിൾ ബോണ്ടാണ്. സോ ആരായിരിക്കും? നമുക്ക് ഏത് ബോണ്ടാണ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പം? ബ്രേക്ക് ചെയ്യാൻ എളുപ്പം എയും ടിയും 2 ബോണ്ടല്ലേ ഉള്ളൂ അല്ലേ? ഡബിൾ ബോണ്ടാണ്, ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ മറ്റേ സൈഡിലോ ട്രിപ്പിൾ ബോണ്ടാണ്. മനസ്സിലായോ? സോ സി ജി is stronger and it is difficult to break as compared to AT. മനസ്സിലായോ? യെസ്. നിങ്ങൾക്കറിയാം, ഓൾറെഡി നിങ്ങൾക്കറിയാം ഡബിൾ ഹെലിക്കൽ ഷേപ്പാണ് ആർക്കുള്ളത്? നമ്മുടെ DNA ക്കുള്ളത്. 2 സ്ട്രാൻഡ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഈ സ്ട്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. സ്ട്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബോണ്ടിങ്, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഉണ്ടാകുന്നത് ആരുമായിട്ടാണ്? ഫോസ്ഫേറ്റും ആരും തമ്മിലാണ്? ഷുഗറും തമ്മിലാണ് അല്ലേ? എന്നാൽ ഒരാൾ അവിടെ പ്രത്യേകിച്ച് മാറി നിൽപ്പുണ്ട്. നൈട്രജൻ ബേസസ്. നിങ്ങളിപ്പോൾ ഒരു ഏണിയായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഏണിപ്പടി എന്ന് പറയുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ഇങ്ങനെ ആയിരിക്കും ഏണിപ്പടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഏണിയുടെ 2 ലെഗ്സ് ഫോം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഷുഗറും ഫോസ്ഫേറ്റും. എന്നാൽ ഏണിക്ക് എന്തുണ്ട്? പടികളില്ലേ? റങ്സ് എന്ന് പറയും. എന്തോ പറയും? റങ്സ്. പടി, ഏണിയുടെ പടി, ഏണിപ്പടികൾ. അതിന് എന്തെന്ന് പറയും? റങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നൈട്രജൻ ബേസസ്. എന്താണ്? നൈട്രജൻ ബേസസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ഇത് ജസ്റ്റ് ഒരു ഔട്ടർ സ്ട്രക്ചറാണ്. നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കാൻ പോവാണ്. നോക്കിക്കോ, 2 സ്ട്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് 1ാമത്തെ സ്ട്രാൻഡ്, ഇത് 2ാമത്തെ സ്ട്രാൻഡ്. ഈ സ്ട്രാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ എന്നാണ് നമ്മൾ പറയുന്നത്. 2 കാല് ഏണിയുടെ. ഇനി അതിലുള്ള റങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നൈട്രജൻ ബേസസ്. മനസ്സിലായോ? മനസ്സിലായി. യെസ്. ഇനി ഇതിന് ഏണിക്ക് 2 അറ്റം ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. അതിൽ ഒരു എൻഡ്, ഇതിന് 2 എൻഡ്സ് ആണ് ഉള്ളത്. ഇതിന് എന്തുണ്ട്? 2 എൻഡ്സ് ആണ് ഉള്ളത്. ഒരു എൻഡിനെ 5 പ്രൈം എൻഡ് എന്നും മറ്റൊരു എൻഡിനെ 3 പ്രൈം എൻഡ് എന്നും പറയും. അതായത് ഇങ്ങനെ ഒരു സ്ട്രാൻഡ് നമ്മൾ എടുത്താൽ ആ സ്ട്രാൻഡിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് 5 പ്രൈമും വേറൊരു എൻഡ് എന്ന് പറയുന്നത് 3 പ്രൈമും ആയിരിക്കും. അതെന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞില്ലേ, 5th കാർബൺ ആറ്റവും 3rd കാർബൺ ആറ്റവും തമ്മിലാണ് ബോണ്ട് ഉണ്ടാകുന്നത്. അത് വെച്ചാണ് ഈ പൊളാരിറ്റി എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇതിന്റെ അറ്റം 5 പ്രൈം 3 പ്രൈം. മനസ്സിലായോ? ഒരെണ്ണം ഇങ്ങനെയാണ് ഓടുന്നതെങ്കിൽ അടുത്ത സ്ട്രാൻഡ് ഓടുന്നത് ഇതിന് ആന്റി പാരലൽ ആയിട്ടായിരിക്കും.
അതായത് ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കും. മനസ്സിലായോ? 3 പ്രൈം 5 പ്രൈം, 5 പ്രൈം 3 പ്രൈം. മനസ്സിലായോ? കണ്ടോ? ഇവിടെ 5 പ്രൈം എങ്കിൽ ഇവിടെ 3 പ്രൈം, ഇവിടെ 5 പ്രൈം എങ്കിൽ ഇവിടെ 3 പ്രൈം. Understood? Yes. So one end is called the 5 prime end and the other end is called 3 prime end, and these two strands runs in opposite directions. അവർ opposite direction അല്ലേ? ഒന്ന് 5 prime to 3 prime എങ്കിൽ അടുത്തത് 3 prime to 5 prime ഡയറക്ഷനിലാണ് അത് ഓടുന്നത്. അതുകൊണ്ട് ഇതിനെ ആന്റി പാരലൽ ആണ് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? ആന്റി പാരലൽ ആണ് എന്ന് പറയുന്നു. പൊളാരിറ്റി ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ആന്റി പാരലൽ എന്ന് പറയുന്നു. ഇനി ഇതിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ സ്ട്രാൻഡ് അലൈൻ ചെയ്തിരിക്കുന്നതെന്ന്. പാടാ. സിംഗിൾ സ്ട്രാൻഡ്, ഒരു സ്ട്രാൻഡ് ഞാൻ എടുത്തിരിക്കുകയാണ്. എന്താ നോക്കിക്കോ, ഇത് നൈട്രജൻ ബേസ് ആണ്, ഇതെന്താണ്? ഷുഗർ ആണ്, ഇത് ഫോസ്ഫേറ്റ് ആണ്, ഇത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഇത് അടുത്ത ന്യൂക്ലിയോടൈഡുമായിട്ട് ചേരുമ്പോൾ ഡൈ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, അങ്ങനെ ഒരു ഫുൾ സ്ട്രാൻഡ് എൻ്റെ കയ്യിൽ ഉണ്ട്. ഓക്കെ, ബാ, ഞാൻ ആ സ്ട്രാൻഡ് എടുത്തേ. ഇതുപോലെ അപ്പുറത്തും ഒരു രണ്ട് സ്ട്രാൻഡ് ഉണ്ടെന്ന് പറയുമ്പോൾ 2 എണ്ണം വേണ്ടേ? 2 എണ്ണം എടുത്തു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടടാ. നോക്ക്, ഈ 5th കാർബണിലല്ലേ, 5th കാർബണിലല്ലേ ലോലിപോപ്പ് ഇരിക്കുന്നേ? ആണേ? ആണ്. ഈ 3rd കാർബണില, 3rd കാർബൺ ആറ്റത്തിലാണ് അടുത്ത ഫോസ്ഫേറ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യേണ്ടത്. ആണേ? 5 പ്രൈം 3 പ്രൈം ആണ്. പക്ഷേ ഈ സ്ട്രാൻഡ് നോക്കടാ, ഇതിലും ഇവിടെ 5 പ്രൈമും ഇവിടെ 3 പ്രൈമും ആണ്. ഇങ്ങനെ വയ്ക്കാൻ പറ്റുമോ നമുക്ക്? പറ്റൂല. ആന്റി പാരലൽ ആയിട്ട് വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മാത്രമല്ല നമ്മുടെ ബേസ്, നൈട്രജൻ ബേസ് ഇപ്പുറത്തോട്ട് ഇരിക്കുകയാണ്. ഇവർക്ക് പെയർ ചെയ്യണ്ടേ? പെയർ ചെയ്യണമെങ്കിൽ ഇവനും ഇപ്പുറത്തോട്ട് വരണം. അപ്പൊ എങ്ങനെ വയ്ക്കണം? ബാ, മനസ്സിലായോ? കണ്ടാ? ഇങ്ങനെ ശ്രദ്ധിച്ചോ? അപ്പൊ ഇവിടെ നോക്ക്, ഇതെന്താണ്? ഇതെന്താണ് പറ? കണ്ടോ? ഇപ്പൊ നൈട്രജൻ ബേസസ് അകത്ത് വന്നു അല്ലേ? ദാ അഡെനിൻ പെയർസ് വിത്ത് തൈമിൻ. അഡെനിൻ പെയർസ് വിത്ത് തൈമിൻ. എത്ര ബോണ്ടടാ? ദാ നോക്ക്, 2 ബോണ്ട്. അടുത്തത് ഗ്വാനിൻ പെയർസ് വിത്ത് സൈറ്റോസിൻ അല്ലേ? ജി എവിടെ കാണുന്നു? അവൻ CU ആയിട്ടുമാണ് പെയർ ചെയ്തിരിക്കുന്നത്. കണ്ടോ? സി എവിടെ കാണും? അവൻ GU ആയിട്ടുമാണ് പെയർ ചെയ്തിരിക്കുന്നത്. കത്തിയ അത് തന്നെ സംഭവം. അതാ നോക്കിക്കോ. സോ A pairs with T, G pairs with C. Between G and C, triple bond exists, and between A and T, double bond exists. So which one is easier to break? AT bond. Okay, the bond between A and T. And ഇവിടെ നോക്കിക്കോ, ഇവിടെ ലോലിപോപ്പ് ഉണ്ട്. ലോലിപോപ്പ് ഉള്ള സ്ഥലത്ത് എന്തെഴുതും? 5 പ്രൈം എന്ന് എഴുതും. കാരണം അവൻ 5th കാർബൺ ആറ്റത്തിലാണ് ഇരിക്കുന്നത്. ഷുഗറിന്റെ 5th കാർബൺ ആറ്റം. ദാ ഇവിടെ നോക്കിക്കോ, അവിടെയാണ് 5 പ്രൈം എങ്കിൽ അടുത്തത് ഇവിടെയാണ് 5 പ്രൈം. മനസ്സിലായോ? ഇനി അടുത്ത നോക്കിക്കോ, അതാ ഇവിടെ അല്ലേ? ഇവിടെ എന്താണ് കാണുന്നത്? ഇവിടെ 3 പ്രൈം ആണ്. അപ്പോൾ ഇവിടെ 5 പ്രൈം വന്നാൽ ഇവിടെ എന്ത് വരണം? ഇവിടെ 3 പ്രൈം വരണം. സോ ദേ റൺ ആന്റി പാരലലി. അപ്പൊ നോക്കിക്കോ, one end of the DNA strand has phosphate. ഒരറ്റത്ത് എന്താണുള്ളത്? DNA സ്ട്രാൻഡിന്റെ ഒരറ്റത്ത് എന്താണുള്ളത്? ഫോസ്ഫേറ്റ് ആണുള്ളത്. എന്നാൽ അടുത്ത എൻഡിൽ എന്താണ് ഉള്ളത്? OH ഗ്രൂപ്പ് അല്ലേ? ഏതാ നോക്ക്, 3rd കാർബണിൽ എന്താണുള്ളത്? OH. ആ OHയിലേക്കാണ് ആരൊന്ന് അറ്റാച്ച് ചെയ്യുന്നത്? ഫോസ്ഫേറ്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ആ എൻഡിനെ 3 പ്രൈം എൻഡ് എന്ന് പറയുന്നു. മനസ്സിലായോ? ശ്രദ്ധിക്കണം, നമുക്ക് 2 ചെയിൻ ആണ് ഉള്ളത്. അത് കോയിൽ ചെയ്താണ് കാണപ്പെടുന്നത്. റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ് കാണുന്നത്.
അപ്പൊ ഇതിനു മുമ്പേ ഉള്ള ഡയഗ്രാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ വേണ്ടി മാത്രം പെട്ടെന്ന് അത് കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡയഗ്രാം കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി പറയുമ്പോൾ നമുക്കറിയാം, ഇതാ നോക്കിക്കോ, ഡബിൾ റിംഗ്ഡ് സ്ട്രക്ചർ പ്യൂരിനും സിംഗിൾ റിംഗ് സ്ട്രക്ചർ പിരമിഡിനുമാണ്. ഒരു സിംഗിൾ റിംഗും ഡബിൾ റിംഗും ആയിട്ടാണ് പെയറിംഗ് നടക്കുന്നത്. അതായത് പ്യൂരിനും പിരമിഡിനും തമ്മിലാണ് എന്ത് നടക്കുന്നത്? പെയറിംഗ് നടക്കുന്നത്. അതാ ഇവിടെ നോക്കടാ, നോക്കിക്കോ. പിന്നെ ഒന്ന് ബോണ്ട് വെച്ച് തന്നെ നിങ്ങൾക്ക് പറയാം അത് GC ആണോ AT ആണോ എന്ന്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതെന്ത്? GC. ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതെന്ത്? AT. സിമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പുള്ളിയെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ചാർഗാവ്സ് റൂൾ. ലാസ്റ്റ് പോർഷനിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോ? എന്താണ് ചാർഗാവ്സ് റൂൾ? എന്താണ് ചാർഗാവ്സ് റൂൾ? പുള്ളി പറയുകയാണ്, പുള്ളി കൊണ്ടുവന്ന ഈ ഒരു റൂള് DNA മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ, ആർക്കില്ലെന്ന്? RNAക്ക് ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. ബാ, പ്യൂരിൻസ് നമ്മുടെ കയ്യിലുണ്ട്. ആരുണ്ട്? അഡെനിനുണ്ട്, ഗ്വാനിനുണ്ട്. പിരമിഡിനും ഉണ്ട്. എന്തുണ്ട്? ഒരു സൈറ്റോസിനുണ്ട്, ഒരു തൈമിനുണ്ട്. വൈ വരുന്നതല്ല എന്താണ്? പിരമിഡൈൻസ് ആണ്. സൈറ്റോസിൻ, തൈമിൻ, ഇതെന്താണ്? പിരമിഡൈൻസ് ആണ്. സോ നമുക്കറിയാം ഒരു പ്യൂരിനും ഒരു പിരമിഡിനും കൂടെയാണ് പെയർ ചെയ്ത് ഒരു സ്ട്രാൻഡ്, രണ്ട് സ്ട്രാൻഡിൽ തമ്മിൽ എന്ത് ചെയ്യുന്നത്? അറ്റാച്ച് ചെയ്യുന്നത്. ആണോ? ആണേ. അങ്ങനെയെങ്കിൽ എത്രമാത്രം പ്യൂരിൻ കാണുമോ അത്രത്തോളം തന്നെ പിരമിഡൻസും കാണൂലേ? രണ്ട് സ്ട്രാൻഡാണ്, അവർ തമ്മിൽ എന്തുണ്ടായിരിക്കും? പെയറിംഗ് നടന്നിരിക്കും. ഹൈഡ്രജൻ ബോണ്ട് വെച്ച് പെയറിംഗ് നടന്നിരിക്കും. അങ്ങനെയെങ്കിൽ എത്രമാത്രം പ്യൂരിൻസ് ഉണ്ടോ അത്രമാത്രം പിരമിഡൈൻസും കാണും. അതായത് A+G = C+T. A+G = C+T ആണേ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചാർഗാവ്സ് റൂൾ എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞിരിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് പ്യൂരിൻസ് = ടോട്ടൽ നമ്പർ ഓഫ് പിരമിഡൈൻസ്. എത്ര പ്യൂരിൻ ഉണ്ടോ അത്രയും പിരമിഡൈൻസും ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അതിന് ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടോ ഇല്ലേന്ന് നമുക്ക് അറിയണ്ടേ? അതിന് നമുക്കൊരു ചെക്ക് പോയിന്റ്. ലെറ്റ് മീ ചെക്ക് വെദർ യു ഗോട്ട് ദ കോൺസെപ്റ്റ് ഓർ നോട്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വർക്ക്ഷീറ്റ് ആണ്. നോക്കാം. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA. ഒരു DNA സ്ട്രാൻഡിൽ ഒരു DNA എത്ര സ്ട്രാൻഡ്സ് ഉണ്ട്? 2. വെരി ഗുഡ്. മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്. ഏതൊക്കെയാണ്? ഷുഗറും ഫോസ്ഫേറ്റും. സ്ട്രാൻഡ് നമ്മുടെ പടിയില്ല, ഏണി മാത്രമേ, ഏണിയുടെ 2 legs മാത്രം. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഷുഗർ ഫോസ്ഫേറ്റ്. ഇങ്ങനെ നമ്മൾ പഠിച്ചില്ലേ? SP എന്ന്, ബാക്ക് ബോൺ അല്ലേ? ഇത് എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? ഷുഗറും ഫോസ്ഫേറ്റും. യെസ്. ദെൻ മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് റങ്സ് ഉണ്ടാക്കാൻ, അതായത് പടി ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? നൈട്രജൻ ബേസസ്. പടികൾ ഉണ്ടാക്കാൻ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? നൈട്രജൻ ബേസസ്. ഒരു പിരമിഡിനും ഒരു പ്യൂരിനും കൂടെ ജോയിൻ ചെയ്ത് പെയർ ചെയ്താണ് എന്ത് ഫോം ചെയ്യുന്നത്? പടി ഫോം ചെയ്യുന്നത്. ഓക്കെ, ഏണിയുടെ പടി ഫോം ചെയ്യുന്നത്. സോ കം ഓൺ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്? എൻ്റെ മക്കൾക്ക് അറിയാം ഏതൊക്കെയാണ്? അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡെനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. റങ്സ് ഫോർമേഷൻ എങ്ങനെയാണ്? നൈട്രജൻ ബേസസ് തമ്മിൽ പെയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻ ബോണ്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിംഗ്. ഏത് മോഡിലാണ്? കോംപ്ലിമെന്റാരിറ്റി അല്ലേ? A pairs with T, G pairs with C. കോംപ്ലിമെന്ററി പെയറിംഗ് എന്നാണ് പറയുന്നത്. കോംപ്ലിമെന്റാരിറ്റി ആണ് അവിടെ. കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. ആൻഡ് മോളിക്യൂൾസ് ഇൻ ന്യൂക്ലിയോടൈഡ്. ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ട്? ഷുഗർ, ഫോസ്ഫേറ്റ് ആൻഡ് നൈട്രജൻ ബേസ്. ഷുഗർ, ഫോസ്ഫേറ്റ് ആൻഡ് നൈട്രജൻ ബേസ്. കമോൺ, 10 ക്വസ്റ്റ്യൻ പട്ടപടേ ചെയ്തു പോവാം. ഹു ഡിസ്കവർഡ് ദ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA? ആരാണ്? വായിക്കേ. റോസലിൻ ഫ്രാങ്ക്ലിൻ, വാട്സൺ ആൻഡ് ക്രേഗ്, ഗ്രിഗർ മെൻഡൽ, ഹെർഷെ ആൻഡ് ചേസ്.
The answer is Watson and Crick. Watson and Crick. റോസലിൻ ഫ്രാങ്ക്ലിൻ എന്താണ് ഒരു ഇമേജ് എക്സ്റേ ഡിഫ്രാക്ഷൻ വഴി ഒരു ക്ലൂ കൊടുത്തു എന്നത് മാത്രമേ ഉള്ളൂ. 3D സ്ട്രക്ചർ ആ ഒരു മോഡൽ ഉണ്ടാക്കിയെടുത്തത് ആരാണ്? വാട്സൺ ആൻഡ് ക്രിക്ക്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് എ DNA മോളിക്യൂൾ? സിമ്പിൾ. എൻ്റെ കുട്ടികൾ എപ്പോഴേ പറഞ്ഞു വേണം. ഡബിൾ ഹെലിക്സ്. യെസ്. വാട്ട് ഹോൾഡ്സ് ദ 2 strands of DNA together? Hydrogen bonds between nitrogen bases. Very good. Which of the following pairs correctly in DNA? AG, CT, AA, TT, AT, GC, GT, CA. Which is the answer? Yes, A pairs with the T and G pairs with C. Very good. So the sugar found in DNA. Easy. What is that? Deoxyribose sugar. Deoxyribose sugar. Okay? Deoxyribose sugar. In the second position, അവിടെ എന്താണ് സെക്കൻഡ് കാർബൺ? നമ്മുടെ ഷുഗറിന്റെ സെക്കൻഡ് പൊസിഷനിൽ അവിടെ നിങ്ങൾക്ക് ഒരു ഹൈഡ്രജൻ മാത്രമേ കാണാൻ പറ്റൂ, അവിടെ OH ഗ്രൂപ്പ് കാണില്ല. What is the full form of DNA? Deoxyribonucleic acid. അടിപൊളി അല്ലേ? കഴിഞ്ഞു. The building blocks of DNA. നിങ്ങൾക്കറിയാം എന്ത്? ന്യൂക്ലിയോടൈഡ്സ്. യെസ്. റോസലിൻ ഫ്രാങ്ക്ലിൻ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡിസ്കവറി ബൈ എന്ത് യൂസ് ചെയ്തിട്ടാണ്? മേക്കിംഗ് ദ ഫസ്റ്റ് DNA മോഡൽ ആണോ? അല്ല. ഡിസ്കവറിംഗ് നൈട്രോജൻ ബേസസ് കണ്ടുപിടിച്ചതാണോ? അല്ല. പ്രൊഡ്യൂസിംഗ് എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജസ് ഓഫ് DNA. അതാണ് ആൻസർ അല്ലേ? യെസ്. കം ഓൺ. Who first identified DNA? Who first identified DNA in 1869? Frederick Miescher. Proud to be a Malayali, right? കുറേ ടേംസ് ഒക്കെ നമുക്ക് മലയാളം ടേംസുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. So what did photo 51 show? The nitrogen bases in DNA, the sugar structure of DNA, the helical structure of DNA, the protein coat of a virus. Yes, of course, the helical structure of DNA. മനസ്സിലായോ? Yes, my dear children, thank you for listening. So I hope നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So thank you so much. Join Vischool for such interesting classes. നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് വേവിത ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ വിസ്കൂളിന്റെ കോഴ്സസിനെ കുറിച്ച് അന്വേഷിച്ച് പഠിച്ച് എല്ലാം അടിപൊളിയായിട്ട് പ്രൊസീഡ് ചെയ്യുക. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.